BOSE പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അത് യൂഷ്വലി നമ്മൾ ഓരോ സൈറ്റുകളൊക്കെ പോയിട്ട് അതിന്റെ വിശേഷങ്ങളല്ല നമ്മൾ ഷെയർ ചെയ്യാറ്. ഇന്ന് ഞങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് AAC ബ്ലോക്സിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട് തിരുനെൽവേലിയിലാണ് ഇതിന്റെ ഫാക്ടറി, റെനാക്കോണിന്റെ ഫാക്ടറി ഉള്ളത്. അപ്പൊ ഞങ്ങൾ അവിടെ നേരിട്ട് പോയിട്ട് അവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അതായത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം AAC ബ്ലോക്സിനെ കുറിച്ചുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. റെനാക്കോൺ AAC ബ്ലോക്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ പുറമേ നിന്നുള്ള വ്യൂ ആണിത്. ഫുൾ റെഡി ആയിട്ടുള്ള AAC ബ്ലോക്സ് ലോഡിംഗ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണുന്നതിന് മുന്നേ ചുമ്മാ ഫാക്ടറിയുടെ പുറമേയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത്. പിന്നെയുള്ളൊരു കാഴ്ചയാണിത്. ഇത് നമ്മളുടെ AAC ബ്ലോക്സ് എന്നുള്ളത് ഓട്ടോക്ലേവ്ഡ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം നിറയ്ക്കുന്നതാണിത്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ അകത്തേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു വേറൊരു കാഴ്ചയാണ്, അതൊരു പ്രോസസ്സാണ് ഈ കണ്ടത്. പിന്നെ മിക്സിങ് ഓഫ് ഫ്ലൈ ആഷ് ആൻഡ് വാട്ടർ, അതാണ് ഇനി പറയുന്നത്. ആ നേരെ കാണുന്ന ആ വണ്ടിയില്ലേ, ആ വലിയ വണ്ടിയിൽ നിറച്ച് ഫ്ലൈ ആഷാണ് അത് കൊണ്ടുവരുന്നത്. അതിവിടെ ഒരു പൈപ്പ് വഴി ഇങ്ങോട്ടേക്ക് എടുക്കും. പിന്നെ ഈ സിലിണ്ടർ, ഇവിടെ ഒരു ടാങ്കില്ലേ, ഗ്രീൻ കളർ ടാങ്ക്, അത് ഫ്ലൈ ആഷ് നിറച്ചിട്ടുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ എന്നിട്ട് ഇതിലെ ഈ ഒരു പൈപ്പ് വഴി സ്ലറി പ്രിപ്പറേഷൻ ടാങ്കിലേക്ക് ഫ്ലൈ ആഷ് വരും, വേറൊരു ടാങ്കിൽ നിന്ന് വെള്ളവും വരും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിനാണ് ഈ സ്ലറി എന്ന് പറയുന്നത്. അത് പ്രോപ്പർ മിക്സിങ് നടക്കണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫ്ലൈ ആഷ് വേണമെന്നാണ് പറയണത്. എന്നാലാണ് ഈ കട്ടിയൊന്നും പിടിക്കാതെ കൃത്യമായിട്ട് മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലൈ ആഷും വാട്ടറും കൂടിയിട്ട് സ്റ്റോറേജ് ടാങ്ക്സിലേക്കാണ് ഇനി പോകുന്നത്. നമ്മുടെ AAC ബ്ലോക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഫ്ലൈ ആഷും വെള്ളവും. സ്റ്റോറേജ് ടാങ്ക്സ് ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. 2 എണ്ണം ഈ പ്രിപ്പയർഡ് വരണതും, ഒരെണ്ണം വേസ്റ്റേജ് തിരിച്ച് കൊണ്ടുവരുന്ന സ്റ്റോറേജ് ടാങ്കുമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിങ്, AAC ബ്ലോക്സിൻ്റെ മിക്സിങ് ടോട്ടലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലൈ ആഷും വെള്ളവും നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ വേറെ വേറെ ടാങ്കുകളിൽ ലൈമ്, സിമെൻറ്റ്, ജിപ്സം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ വേറെ ടാങ്കുകളിലായിട്ടുണ്ട്. അത് ഒക്കെ കൂടെ കൺട്രോൾ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ്. ഈ ഒരു ടേബിളിൽ എല്ലാ അതിൻ്റെ ഒരു മൗൾഡിലേക്ക് വേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, സ്ലറി, വേസ്റ്റ് സ്ലറി, വാട്ടർ, ജിപ്സം, സിമെൻറ്റ്, ലൈമ്, അതിൻ്റെയൊക്കെ ഒരു മോൾഡിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ടുള്ള വെയ്റ്റുകളാണ് ആ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് മെയിൻ മിക്സറാണ് കേട്ടോ, മെയിൻ മിക്സിങ് ടാങ്കാണ്. ഈ ടേബിളിലുള്ള കണക്ക് പ്രകാരം ഓരോ ടാങ്കിനും മെറ്റീരിയൽസ് വന്ന് ഇതിൽ വന്ന് മിക്സ് ചെയ്യും. ഈ 2 എണ്ണം സ്ലറി സ്റ്റോറേജ് ടാങ്ക്സിനെ കാണിക്കുന്നതാണ്. അത് മെയിൻ ഈ ടാങ്കിലേക്ക് വരും, അതവിടെ വെയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ലൈമിൻ്റെ, അപ്പുറത്തെ സിമെൻറ്റിൻ്റെ ഈ മെയിൻ ടാങ്കുകൾ, അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ഈ മെയിൻ മിക്സറിൽ വന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് ഏറ്റവും അവസാനമാണ് അലുമിനിയം. ഇത് അലുമിനിയത്തിൻ്റെ ടാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമാണ് നമ്മൾ അലുമിനിയം മിക്സ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഹൈ ഡെൻസിറ്റി ഉണ്ട്, നോർമൽ ഉണ്ട്, പിന്നെ ഗ്രേഡ് 1 ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് റേഷ്യോസാണ്. ഇപ്പോൾ ഇവിടെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്നറിയില്ല, ഗ്രീൻ ടാങ്കിൽ സംഭവമൊക്കെ വന്ന് അത് കറങ്ങണ പോലെ മനസ്സിലാവണില്ലേ. പിന്നെ ഈ സ്ലറി ടാങ്കിൽ നിന്ന് പ്രൊഡക്റ്റ് മൊത്തം, മെറ്റീരിയൽ മൊത്തം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, ലൈമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ ഒറിജിനൽ ശബ്ദം വരുന്നത്. അത് അത്രയും ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയിട്ട് എൻ്റെ ശബ്ദം മാത്രം വീഡിയോയിൽ ഇടുന്നത്. എന്നാൽ പിന്നെ ഇനി പ്രോസസ്സിലേക്ക് തിരിച്ചു പോകാം. ഇപ്പം നേരത്തെ കണ്ട ഗ്രീൻ കളറിൽ കണ്ട മിക്സിങ് ഞാൻ പറഞ്ഞില്ലേ, ടാങ്ക്, അതാണിത്. അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാണ്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ മിക്സിങ് നടക്കുന്നുണ്ട്, അത് തെറിക്കുകയാണ്. അതിൽ നിന്ന് ഓരോ മൗൾഡിലേക്കുള്ളതും ഇതുപോലെ എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ മിക്സിങ് ഒക്കെ പ്രോപ്പറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ മൗൾഡ് എടുക്കുക. ദ മൗൾഡ് ബോക്സ്. ഇനി നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നമ്മുടെ മിക്സിങ് ടാങ്കറിലുള്ള മിക്സ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് മിക്സ് നിറയ്ക്കാനുള്ള ബോക്സാണിത്, ആ മൗൾഡ് ബോക്സാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൗൾഡിലേക്കുള്ള റേഷ്യോ അനുസരിച്ചുള്ള തൂക്കം അനുസരിച്ചിട്ടുള്ളതൊക്കെ കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. ആ മിക്സ് ഇനി ഇതിൽ വന്ന് നിറയും. നെക്സ്റ്റ് വരുന്നത് പൗറിങ് പ്രോസസ്സ്. നമ്മളുടെ ഈ മൗൾഡ് ബോക്സിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇനി നിറയ്ക്കുന്നതിനെയാണ് ഈ പൗറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കൃത്യം എമൗണ്ടിൽ അവരതങ്ങനെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ അത് ഉദ്ദേശിച്ച എമൗണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല, ഇതേ സ്പീഡിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ശബ്ദം എങ്ങനെയാണെന്നുള്ളത് കേൾക്കാം കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്രയും ശബ്ദമായതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ടായിട്ട് എൻ്റെ ശബ്ദം മാത്രമായിട്ട് പറയണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരവിടുന്ന് മെഷർ ചെയ്യണത് കണ്ടോ, അത് മെഷർ ചെയ്യുന്നത് ഓരോ 5 മിനിറ്റിലും ഇതിൻ്റെ റേസിങ് കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അത് മെഷർ ചെയ്യും. അത് റേസിങ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് റേസിങ് ചേമ്പറിലോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുക. ഈ റേസിംഗ് ചേമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക താപനില നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടയൊക്കെ കെട്ടിയിട്ട് ഒരു അറ പോലെ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് റേസിംഗ് ചേമ്പർ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ ആ മൗൾഡിൽ നമ്മൾ ഒഴിച്ചില്ലേ, അതിങ്ങനെ നമ്മൾ ഈ കേക്കൊക്കെ പൊങ്ങി വരുന്നത് പോലെ ഇങ്ങനെ പൊങ്ങി വന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ അതിലൊരു ചൂട് വേണ്ട. അപ്പോൾ നമ്മൾ കേക്ക് ഓവനിലൊക്കെ വെക്കുമ്പോൾ ഒരു ചൂട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ആ ചൂടാണ് ഞാൻ ഈ പറഞ്ഞ 50 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. അത് കൃത്യമായിട്ട് നമ്മളുടെ റേഷ്യോയിലൊന്നുമല്ല നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കവിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അവിടെ വരെ എത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രൊപ്പോർഷൻസ് കൃത്യമാണെങ്കിൽ കറക്റ്റ് അളവിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ, റേസിങ് അഥവാ എയറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കേക്കാണ് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഡിപ്പ് ടെസ്റ്റ് എന്ന് പറയും. അതായത് ഒരു മെറ്റൽ റോഡ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടും, എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കും. 9 to 11 ആണ് യൂഷ്വലി വരേണ്ടത്. ഇനി ഡീമോൾഡിങ് ആണ്. അതായത് നമ്മളുടെ ഇപ്പോൾ മോൾഡിൽ റെഡി ആയിട്ടിരിക്കുന്ന ആ കേക്ക് പുറത്തേക്ക് എടുക്കണ്ടേ, ബാക്കിയുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കട്ട ഉണ്ടാക്കണം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കൊണ്ടുപോകണ ക്രെയിൻ ഫുൾ ഇങ്ങനെ ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചിട്ടുള്ള ക്രെയിൻസ് വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ ഈ ഫാക്ടറിയിൽ മൊത്തം ഉപയോഗിക്കുന്നത്. അങ്ങനത്തെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡബിൾ സ്പീഡ് ഇട്ടിട്ടാണ് കാണിക്കണേ, കുറച്ചെങ്കിലും ഒന്ന് സ്പീഡിൽ പോട്ടെ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ആ സൈഡിലും നെക്സ്റ്റ് മോൾഡ് വന്നു കണ്ടോ, നെക്സ്റ്റ് റെഡി ആയിട്ട് ആ കേക്ക് വന്നു. അങ്ങനെയാണ് മൊത്തത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ കൊണ്ടുവന്നത് ഇറക്കുകയാണ്. എന്നിട്ട് ഈ മോൾഡ് തിരിച്ചങ്ങോട്ട് തന്നെ പോകും, റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഇനി കാണിക്കുന്നത് കട്ടിംഗ് ആണ്. ഇവിടെ കട്ടിംഗ് ഒരു ഗ്രിഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യണത്. അതായത് ത്രെഡ്സ് ആണ്, മുഴുവൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് മുഴുവൻ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ എക്സസ് ഉള്ള ഭാഗങ്ങൾ അരിഞ്ഞ് കളയാണ്. ഈ വേസ്റ്റ് മുഴുവൻ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സ്ലറി സ്റ്റോറേജിൽ പറഞ്ഞില്ലേ, അതിൽ വേസ്റ്റേജ് സ്റ്റോർ ചെയ്യണ ആ ടാങ്കിലേക്കാണ് ഈ വേസ്റ്റുകൾ പോണത്. ഇപ്പോൾ ഈ ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്താലുള്ള ഇപ്പോൾ ഇതിൽ കാണുന്നത് ഹൊറിസോണ്ടൽ കട്ടിംഗ് ആണ്. ഇത് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏത് അളവിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് 4 ഇഞ്ചോ 6 ഇഞ്ചോ 8 ഇഞ്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ഗ്രിഡ്സ് അറേഞ്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ കട്ടിങ് കഴിഞ്ഞു. ഇത് വെർട്ടിക്കലാണ്. ഇത് ഇത്രയും സ്ലോ പ്രോസസ്സാണ് കേട്ടോ, അത്രയും പതുക്കെ നടക്കാൻ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള കട്ടിങ്സ് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു വട്ടം താഴെ വരെ പോവും, ആ ഗ്രിഡ്സ് താഴെ വരെ പോവും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ടും പോവും. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എൻറ്റയർ കേക്ക് പീസായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള അളവിൽ വരും. നമ്മൾ പിന്നെ ഇതിൽ പ്ലാസ്റ്ററിങ് ഒന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇത്രയും പെർഫെക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കണതുകൊണ്ട് ആ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം നമ്മളുടെ ബ്ലോക്സിനെ അടുത്ത ക്രെയിനിൽ കൊണ്ടുപോകണം. അതായത് അവിടെ നിന്ന് മാറ്റണ്ടേ, അടുത്ത പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ആ ക്രെയിനിലേക്ക് കൊണ്ടുപോകണതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടോ, അത് ഫുൾ കട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒറ്റൊരു ചുമര് പോലെ അതിൻ്റെ സൈഡ് ഇരിക്കുന്നത് കണ്ടോ, അത്രയും ഫിനിഷിങ്ങിൽ നമ്മൾ പണിതിട്ടുണ്ടെങ്കിൽ അത്രയും നീറ്റായിട്ട് വരും എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നണ കാര്യം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്രെയിനിൽ ഇതാ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. സീലിംഗ് ചെയ്യാന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഒരു കട്ടയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ റെനാക്കോണിൻ്റെ ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ISI അംഗീകാരമുള്ള കമ്പനിയാണ് റെനാക്കോൺ. അപ്പോൾ അതിൻ്റെ ISIയുടെ മുദ്ര ഉണ്ടായിരിക്കും. ഇതൊക്കെ സീൽ ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കായിട്ട് നമ്മളുടെ കട്ടകളിനെ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് ട്രാൻസ്ഫർ ക്രെയിനിൽ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഇത്രയും ഇതൊക്കെ ഓരോരോ മോൾഡിലുള്ള കട്ടകൾ ഓൾറെഡി ചെയ്ത് വന്നിട്ട് ഇരിക്കുന്നതാണ്.
ഓട്ടോക്ലേവിംഗ് ആണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ കാണുന്നത് മുഴുവൻ ഓട്ടോക്ലേവിംഗ് ചേമ്പേഴ്സാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള മൗൾഡുകൾ 14 എണ്ണം ഒരേ സമയം വെക്കാൻ പാകത്തിനുള്ളത്ര വലിപ്പമുള്ള ചേമ്പറുകളാണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കേക്കുകൾ അതിനകത്ത് കയറ്റിയിട്ട് നമ്മൾ 10 മണിക്കൂറാണ് ഓട്ടോക്ലേവിംഗ് ചെയ്യണത്. 10 മണിക്കൂറിൽ 6 മണിക്കൂർ ഹൈ സ്റ്റീമിലും 4 മണിക്കൂർ ലോ സ്റ്റീമിലുമാണ് ചെയ്യുക. ഈ ഹൈ സ്റ്റീം എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ 10 മണിക്കൂർ ഓരോ AAC ബ്ലോക്കും 10 മണിക്കൂർ അത്രയും സ്റ്റീമിലിരുന്ന് ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് പുറത്തെത്തുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മളുടെ ഇതിൻ്റെ പ്രോസസ്സ് 100% കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയൊരു കുറച്ചുകൂടി ബാക്കിയുണ്ട്. വേറൊന്നുമല്ല, ഇതിൻ്റെ ക്യൂറിങ് ആണ്. ഇതിങ്ങനെ കുട്ടി കുട്ടി വണ്ടികളിലാക്കിയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കും. പുറത്ത് വെയിലത്ത് കൊണ്ടുവയ്ക്കും. ഒരു 7 days ആണ് ഇതിൻ്റെ ക്യൂറിങ് ടൈം പറയണത്. അതും കൂടി കഴിഞ്ഞാൽ എല്ലാം പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഇതിൻ്റെ ഡിസ്പാച്ചിങ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. AAC ബ്ലോക്സ് അതിൻ്റെ ഏറ്റവും ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് 1 മുതൽ അത് ലോഡിങ് വരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.